ഹായ് മക്കളെ, അനഗമിസ് ആണേ. മക്കളെ, നമ്മൾ ഓൺ എക്സാമും കഴിഞ്ഞ് അതേപോലെ തന്നെ ഓണവും കഴിഞ്ഞില്ലേ, അതായത് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ ഇനി അങ്ങോട്ട് സ്കൂളിലേക്ക് പോകാൻ പോവാ. അതായത് നാളെ മുതൽ എന്താ നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങും അല്ലേ. അപ്പൊ ഓണ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? എല്ലാവരുടെ വീട്ടിലൊക്കെ പോയി ഓണസദ്യയൊക്കെ കഴിച്ച് സെറ്റായോ എൻ്റെ മക്കള്? അപ്പൊ ഈ ഒരു സമയത്ത്, അതായത് 10 ദിവസം നമ്മൾ എന്താ എക്സാംസിനെ കുറിച്ചിട്ടോ എക്സാമിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസിനെ കുറിച്ചിട്ടോ ഒരു കാര്യം മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ. പക്ഷെ ഇന്ന് മുതൽ നമുക്ക് എന്താ നമ്മളെ ഹാർട്ടിൽ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് എന്താ ടപ്പ് 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 നടിക്കില്ലേ. എന്തുകൊണ്ടാ? നാളെ നമ്മൾ എന്താ സ്കൂളിൽ പോവാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് യൂഷ്വലി ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് സ്കൂളിൽ പോകുന്ന സമയത്താണ് നമുക്ക് ടെൻഷൻ വരിക. എന്തുകൊണ്ടാ? നമ്മൾ ടീച്ചർ എന്താണ് പേപ്പറായിട്ട് ഇനി അങ്ങോട്ട് ക്ലാസ്സിലേക്ക് വരും അല്ലേ. അപ്പൊ ഈ പേപ്പർ കിട്ടുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും നല്ല അടിപൊളി മാർക്കിൽ നമ്മൾ പാസ്സാവില്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞു. അപ്പൊ മാർക്ക് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സങ്കടപ്പെടും അല്ലേ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മക്കളെ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റാണ്ടിരിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ ആ ലാസ്റ്റ് മൊമെന്റിലാണ് നമുക്ക് എന്താ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ പറ്റാണ്ടാവുന്നത്. ഒന്നെങ്കിൽ നമുക്ക് എന്താ വല്ല ഫീവറോ അല്ലെങ്കിൽ കോൾഡോ വന്നിട്ട് എന്താ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ, ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട്. അല്ലെങ്കിൽ എന്താ എൻ്റെ മക്കള് സൈലത്തിന്റെ മാരത്തോൺ എന്താ ലാസ്റ്റ് മൊമെന്റിലുള്ള മാരത്തോൺസ് മാത്രമായിരിക്കും കണ്ട, ലൈവ് ക്ലാസ്സിലൊന്നും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പിള്ളേർ ശ്രമിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്തായിരിക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ എന്താ പക്ക ഫെയിൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. എന്താണ് പക്ക ഫെയിൽ ആയിട്ടൊന്നുമില്ല, ചെറിയ സബ്ജക്റ്റിന് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കിന്റെ വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്താ, ചില കുട്ടികൾക്ക് എന്താണ് മാത്സിൽ മാർക്ക് കുറയും, ചില പേർക്ക് സയൻസിൽ മാർക്ക് കുറയും, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അത് വിചാരിച്ചു ഇനി ഞാൻ മാത്സേ പഠിക്കൂല സയൻസേ പഠിക്കൂല, അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? എന്താണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? നമുക്ക് എന്താ ഇനിയും പഠിക്കുക. ഇത് നമ്മൾ ജസ്റ്റ് എന്താ ഒന്നുമില്ലെങ്കിൽ എൻ്റെ മക്കൾ ഹാർഡ് വർക്ക് ചെയ്തില്ലേ, പ്രിപ്പയർ ചെയ്തില്ലേ. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എക്സാമിന് പോകുന്ന സമയത്ത് ചില മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വിചാരിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണോടെ വേണ്ടേ? അല്ലല്ലേ, നമ്മൾ വീണ്ടും എന്താ കണ്ടിന്യൂ ചെയ്യുക, എൻ്റെ പിള്ളേരെ പഠിത്തം വീണ്ടും വീണ്ടും തുടങ്ങാം. ഇതൊന്നും ഒന്നിൻ്റെയും എൻഡ് അല്ല. ഇനി നമുക്ക് എന്താ ഒരുപാട് എക്സാംസ് എഴുതാണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തില്ലേ, ഹാർഡ് വർക്ക് എന്താണ് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ മൊത്തമായി പരാജയപ്പെട്ടു പോയിട്ടൊന്നുമില്ല കേട്ടോ. മക്കളെ, എല്ലാ സമയത്തും എല്ലാവരും ശരിയായി കൊള്ളണമെന്നില്ല. എൻ്റെ മക്കളെ കേട്ടിട്ടില്ലേ, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ എക്സാം ആയാലും ലൈഫിൽ എന്ത് കാര്യമായാലും ആ ഒരു മൊമെന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ പ്രിപ്പറേഷൻ എന്താ നമ്മൾ അവസാനിക്കരുത്. നമ്മൾ എന്താ വീണ്ടും 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 എന്താ നമ്മുടെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. മിസ് ഒരു കുട്ടി കഥ പറഞ്ഞു തരട്ടെ. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി എന്താ സമൂഹത്തിൽ ആ വ്യക്തി ആരും എന്താ റെസ്പെക്ട് ചെയ്യോ ബഹുമാനിക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ കുടുംബപരമായി നോക്കുകയാണെങ്കിൽ വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം സ്കൂളിൽ പോകുന്ന സമയത്ത് ടീച്ചർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? എൻ്റെ മക്കളടുത്ത് ചോദിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക് ആരാവാനാണ് ലൈഫിൽ ആഗ്രഹം എന്നുള്ളത്. അപ്പൊ അതേപോലെ ഈ കുട്ടിയോട് ചോദിച്ച സമയത്ത് ഈ കുട്ടി അന്ന് ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നതെന്ന് എൻ്റെ മക്കൾ ഓർക്കണം കേട്ടോ. അപ്പൊ ഈ കുട്ടി പറയാ, മിസ്സേ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്ന്. എന്താ പറഞ്ഞേ? മിസ് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന്. അന്ന് ആ ക്ലാസ്സിലെ ടീച്ചർ അടക്കം എല്ലാവരും ആ കുട്ടി എന്താ കളിയാക്കി ചിരിച്ചു. നീയോ അമേരിക്കൻ പ്രസിഡന്റോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ആ വ്യക്തി ആരാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ആരാണത്? നമ്മുടെ എബ്രഹാം ലിങ്കൺ അല്ലെ. മക്കളെ, നമ്മുടെ കുടുംബത്തിലെ വരുമാനം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലെ പണം വെച്ചിട്ടല്ല നമ്മളൊരു പൊസിഷനിൽ എത്തുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളാണ്. എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ലൈഫിൽ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ എനിക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു തോന്നൽ മാത്രം ഉണ്ടായാൽ മതി. ആ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ എന്തു മക്കളെ ലൈഫിൽ എന്താ അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു ആഗ്രഹത്തോടൊപ്പം എന്താ നമ്മുടെ സൈലവും കൂടി നിങ്ങളെ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പൊ മക്കളെ, നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിന് ചിറകു വിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിലെ പുതിയൊരു ബാച്ച് കൂടെ വരുന്നുണ്ട്. ബാച്ചിന്റെ പേരെന്താണെന്നറിയോ? പൃഥ്വി ബാച്ച് എന്നാണ്. ഓൾറെഡി യൂട്യൂബിൽ എൻ്റെ പിള്ളേർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ലാസ്റ്റ് ടൈമിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ചില സമയത്ത് നമ്മുടെ മാർക്കൊക്കെ കുറച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നിങ്ങൾക്ക് സൈലത്തിലെ പൃഥ്വി ബാച്ചിലൂടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഈ ഒരു സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താ നല്ല അടിപൊളിയായിട്ട് നടക്കും ചെയ്യും. മാർക്ക് കുറയോ കാര്യങ്ങളൊന്നും ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടാൻ പോകുന്നതെന്ന് അറിയോ? ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, കോണ്ടന്റ് വീഡിയോ ഉണ്ടാവും. എൻ്റെ മക്കളെ, ഒരു വർഷം കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾ ലൈവിൽ കാണുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, മെന്റേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് ലഭിക്കില്ലേ. അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്ത് അയ്യോ മിസ്സേ, യൂട്യൂബിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് പൈസ ആവില്ലേ എന്ന് ചിന്ത ഉണ്ടാവില്ലേ. മക്കളെ, ഒരു ദിവസം 3 രൂപ പോലും മക്കൾ എന്താ സ്പെൻഡ് ചെയ്യേണ്ട. ഒരു ദിവസം 3 രൂപ പോലും സ്പെൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ അത്രയും കുറഞ്ഞ പൈസക്ക് ഒരു വർഷത്തിൽ എൻ്റെ മക്കൾക്ക് വെറും 999 രൂപക്ക് എന്താ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക്, ഈ ഒരു കോഴ്സാണ് നമ്മൾ 5ാം ക്ലാസ് കംപ്ലീറ്റ് നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ.
കേട്ടോ. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. അപ്പം ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നാളത്തെ എക്സാം പേപ്പർ കിട്ടുമ്പോൾ കാര്യം മറക്കണ്ട, ഹാർട്ട് ടപ്പ് 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 അടിച്ചിട്ട് ടെൻഷൻ ആവുമൊന്നും വേണ്ട. നമുക്ക് നല്ല രീതിയിൽ മാർക്കൊക്കെ അച്ചീവ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്ട് കുറഞ്ഞു പോകുന്ന വെച്ച് നമ്മൾ സെറ്റ് ആക്കണ്ട, പ്രശ്നമാക്കണ്ട. നമുക്ക് ക്രിസ്മസ് എക്സാമിന് എന്താ അടിച്ച് പൊളിച്ച് എന്താ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അപ്പൊ അടിപൊളിയല്ലടാ.